വടപ്പരിപ്പ് വെച്ചിട്ട് തന്നെ വട ഉണ്ടാക്കണം എന്നൊന്നുമില്ല. നമ്മൾക്ക് ഏത് പരിപ്പ് വെച്ചിട്ടും വട ഉണ്ടാക്കാം. ഞാൻ തുവരപ്പരിപ്പ് വെച്ചിട്ടാണ് ഇന്ന് വട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂർ പരിപ്പൊന്ന് കുതിർത്തി വെച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ്. കുറച്ച് അരച്ചെടുക്കണം, പിന്നെ ഒന്ന് അരയാതി എടുക്കണം. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സാധാ പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ടേസ്റ്റിന് ഒട്ടും വ്യത്യാസമില്ല. നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പ് വടയാണിത്. അപ്പോൾ ഞാനിതെല്ലാം അരച്ചെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് അരച്ചെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, നമ്മുടെ തുവരപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാം ഇത് ഒന്ന് കുറേശ്ശെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തട്ടി വടക്ക് തട്ടുന്നത് പോലെ തട്ടി നമുക്ക് എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ ആവശ്യമില്ല നമ്മുടെ വട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുഴച്ചെടുക്കാൻ 1 മിനിറ്റ് എടുത്തോളൂ, അപ്പോഴാണ് ടേസ്റ്റ് നല്ലപോലെ ഉണ്ടാവുക. അപ്പോൾ കയ്യിൽ വെച്ച് നമുക്ക് 2 കയ്യിലും വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് തട്ടിയെടുക്കാം. അപ്പോഴത്തേനും പാത്രത്തിൽ നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ എല്ലാ വടയും ഇവിടെ തട്ടിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം തട്ടിയെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. നമുക്ക് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്ത് കോരാം. 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തിരിച്ചിട്ട് 1 2 പ്രാവശ്യം തിരിച്ചിട്ട് നമുക്ക് ഈ വട വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളു വെന്ത് കിട്ടില്ല. ലോ ഫ്ലെയിമിലും വെക്കരുത്, എണ്ണ പെട്ടെന്ന് ഇത് വലിച്ചെടുക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് 2 ഭാഗവും 1 2 പ്രാവശ്യം തിരിച്ചിട്ട് നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള 4 മണി പലഹാരമായിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഈ വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള തുവരപ്പരിപ്പ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തുവരപ്പരിപ്പ് വട.